CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാണിപ്പയ്യൂർ അപകടം. പുഷ്പയ്ക്ക് പിന്നാലെ ആന്റണിയും യാത്രയായി. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൂനമുച്ചി കൂത്തൂർ കൊച്ചപ്പൻ മകൻ ആന്റണി മരിച്ചു. ഇതോടെ അപകടത്തിൽ മരണം 3 എടക്കളത്തൂരിന് ഇനി നാടകരാവുകൾ. ദേശാഭിമാനി പബ്ലിക് ലൈബ്രറിയുടെയും കലാകായിക സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാടകോത്സവം ഓഗസ്റ്റ് 17 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. CCTV ന്യൂസ് ഇമ്പാക്ട്. സംസ്ഥാനപാതയിൽ പാറേമ്പാടം അയ്യപ്പത്ത് റോഡിന് സമീപത്തെ വലിയ കുഴി താൽക്കാലികമായി അടച്ചു. ഹൈവേ നിർമ്മാണ കമ്പനിയാണ് കുഴിയടച്ചത്. മേഖലയിൽ റോഡ് നവീകരണം വേഗത്തിലാക്കണമെന്ന് ആവശ്യം. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിലെ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനായി. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജയും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടക്കമ്പാൽ യൂണിറ്റിന്റെ 25ാം വാർഷികവും കുടുംബ സംഗമവും നടത്തി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അലിഫ് അറബിക് ക്ലബിന്റെ ഉദ്ഘാടനം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി KR മുഹമ്മദ് റാസിഖ് നിർവഹിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. കേരളത്തിലെ 108 ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണം പൂർത്തിയാക്കി കൃഷ്ണദാസ് പുറമേരി. 108ാമത് പ്രദക്ഷിണം ഗുരുവായൂരിൽ കൃഷ്ണസന്നിധിയിലാണ് നടത്തിയത്. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. പൗലോസ് ദ്വിതീയൻ ബാവയുടെ പൈതൃകങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം സമൂഹത്തിനും സഭയ്ക്കും നൽകിയ നന്മകൾ പിന്തുടരണമെന്നും പൗരസ്ത്യകൽതായ സുറിയാനി സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപൊലിത്ത കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ അനുസ്മരണ സമ്മേളനം പിതൃസ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേലൂർ RSRV സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വേലൂർ ചുങ്കം തളിർ ബഡ്സ് സ്കൂൾ ഭിന്നശേഷി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി. കിടങ്ങൂർ നോങ്ങല്ലൂർ നെച്ചിത്തടം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. കുട്ടഞ്ചേരി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയാഘോഷവും നടന്നു. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി മരത്തംകോട് റേഞ്ചിൽ രൂപീകരിച്ച സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന മുദ്രാവാക്യവുമായി ഒക്ടോബർ 29 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ദില്ലി ചലോ എന്ന പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. കാഞ്ഞാണിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് പ്രതീക്ഷ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന സംഘടനയുടെ രൂപീകരണ യോഗവും സഹായ വിതരണവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.